കുടുംബത്തിലെ അകാല മരണം ഒഴിവായി കുടുംബാംഗങ്ങൾക്ക് ദീർഘായുസ്സുണ്ടാകുവാനും അപ്രതീക്ഷിതമായ ദുരന്തങ്ങൾ വിപത്തുകൾ ഇല്ലാതാകുവാനും ഇനി വീട്ടിൽ സന്തോഷവും മനസമാധാനവും വന്നു ചേരുവാനും ഇന്ന് ധൻതേരസ് ദിവസം കൊളുത്തേണ്ട യമദീപത്തെക്കുറിച്ചാണ് പറയുന്നത്. ഒക്ടോബർ 18-ാം തീയതി ശനിയാഴ്ച വൈകിട്ട് 6 മണിക്ക് ശേഷം എപ്പോൾ വേണമെങ്കിലും യമദീപം കൊളുത്താവുന്നതാണ്. യമദീപം കൊളുത്തുന്നതിനായി ഒരു മൺവിളക്ക് കഴുകി തുടച്ചെടുക്കുക. അതിനോടൊപ്പം ഒരു പിടി പച്ചരി അല്ലെങ്കിൽ ഗോതമ്പും ആവശ്യമാണ്. ഗോതമ്പുണ്ടെങ്കിൽ അതായിരിക്കും ഏറ്റവും നല്ലത്. യമദീപം വീടിന് പുറത്താണ് കൊളുത്തേണ്ടത്. വീടിന്റെ പ്രധാന വാതിലിന് പുറത്തായി ഏതെങ്കിലും ഒരു ഭാഗം തിരഞ്ഞെടുത്ത് അവിടെ അരിപ്പൊടി കൊണ്ട് ഒരു ചെറിയ പൂവോ അല്ലെങ്കിൽ ചെറിയൊരു കോലമോ വരയ്ക്കുക. പിന്നീട് പച്ചരിയോ ഗോതമ്പോ കോലത്തിന് മുകളിൽ ഒരു പിടി വെക്കുക. അതിനുശേഷം ഗോതമ്പിന് മുകളിൽ അല്ലെങ്കിൽ പച്ചരിക്ക് മുകളിൽ മൺവിളക്ക് വെച്ച് അതിൽ നല്ലെണ്ണ ഒഴിക്കുക. തിരിയിട്ടതിന് ശേഷം ആ മൺവിളക്കിന് ചുറ്റും പൂക്കൾ കൊണ്ട് അലങ്കരിക്കുക. യമദീപം തെക്ക് ദിശയിലേക്ക് നോക്കിയിരിക്കുന്ന രീതിയിലാണ് കൊളുത്തേണ്ടത്. വിളക്ക് കൊളുത്തി എൻ്റെ വീട്ടിൽ അകാല മരണങ്ങൾ ഉണ്ടാകരുത്, അപ്രതീക്ഷിതമായ ദുരന്തങ്ങളും വിപത്തുകളും ഉണ്ടാകരുതെന്നും കൂടാതെ വീട്ടിലുള്ള എല്ലാവരെയും അങ്ങ് കാത്തു രക്ഷിക്കണമെന്നും കുടുംബത്തിൽ സുഖവും സന്തോഷവും സമാധാനവും നിറയണമെന്നും പിതൃക്കളുടെ അനുഗ്രഹം ലഭിക്കണമെന്നും നല്ലതുപോലെ മനസ്സൊരുക്കി പ്രാർത്ഥിക്കുക. പിന്നീട് തിരികെ വീടിനുള്ളിൽ കയറാവുന്നതാണ്. വീടിനുള്ളിൽ കയറിയതിനു ശേഷം പിന്നീട് പുറത്തിറങ്ങുവാൻ പാടില്ല. പിറ്റേന്ന് വിളക്ക് കത്തിക്കുവാൻ ഉപയോഗിച്ച എല്ലാ വസ്തുക്കളും, അതായത് മൺവിളക്കടക്കം, വീടിന്റെ പുറത്ത് കളയാവുന്നതാണ്. അതൊന്നും യാതൊരു കാരണവശാലും വീടിനുള്ളിൽ കയറ്റരുത്. വിളക്ക് കൊളുത്തുവാൻ ഉപയോഗിച്ച ഗോതമ്പും വിളക്കും പൂക്കളും എല്ലാം തന്നെ എടുത്തു കളയുക. അതിനുശേഷം നിങ്ങൾക്ക് പോയി കുളിക്കാവുന്നതാണ്. യമദീപം വീട്ടിലെ മുതിർന്ന സ്ത്രീകളാണ് കൊളുത്തേണ്ടത്. വിളക്ക് കൊളുത്തി ഒരു 10 മിനിറ്റിന് ശേഷം വിളക്ക് കാറ്റുകൊണ്ട് അണഞ്ഞു പോയാലും യാതൊരു കുഴപ്പവുമില്ല. ഇന്ന് ധൻതേരസ് ദിവസം യമദീപം കൊളുത്തി പ്രാർത്ഥിക്കുന്നതിലൂടെ അടുത്ത 1 വർഷം വരെ നമ്മുടെ കുടുംബത്തിൽ ആപത്തോ അകാല മരണങ്ങളോ യാതൊന്നും ഉണ്ടാകുന്നതല്ല. മാത്രമല്ല കുടുംബാംഗങ്ങൾക്ക് ദീർഘായുസ് വർദ്ധിക്കുകയും പിതൃക്കളുടെ അനുഗ്രഹം ലഭിക്കുന്നതുമാണ്.